താരൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഗായകരും ദാസേട്ടൻ്റെ പാട്ടുകൾ, ജാനകിയുടെ പാട്ടുകൾ, സുശീലാമ്മയുടെ പാട്ടുകൾ, ജയേട്ടൻ്റെ പാട്ടുകൾ, ഇതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കണമല്ലോ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ശ്വസിക്കണമല്ലോ, അല്ല വായുവില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയായിരുന്നു ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടുകളും. നമ്മൾ വായു പോലെ ശ്വസിച്ചുകൊണ്ടിരുന്ന പാട്ടുകൾ ഇനിയില്ല. നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ശ്വസിച്ചുകൊണ്ടും അത് അനുഭവിച്ചുകൊണ്ടും മാത്രമാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അവരൊക്കെ ഒന്നേ ഉള്ളൂ, പകരം ഒന്നുമില്ല. ജാനിമ കദളി കൺകദളി ഒക്കെ പാടിയിട്ടുണ്ട്, നെല്ലിൽ പാടിയിട്ടുണ്ട്. കദളി കൺകദളി ജാനിമയുടെ ഞാൻ സ്റ്റേജിൽ പാടുവാണ്. ലതാജി പാടി, ലതാ മങ്കേഷ്കർ പാടി, ജാനകിയുടെ അല്ല, ലതാ മങ്കേഷ്കർ പാടി. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. ദലീമയും അതുപോലുള്ള മാർക്കോസിന്റെയും ഒരു പുഷ്കരക്കാലം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് മലയാള സിനിമയിലെ കുറെ പാട്ടുകാരെ ഒതുക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ദലീമയുണ്ടോ? സത്യം തുറന്നു പറയാം. അതല്ല, ഒതുങ്ങി പോയിട്ടുണ്ടാവാം. കാരണം എനിക്ക് ഇപ്പൊ ജാനകിയമ്മയുടെ പാട്ടുകൾ പാടുന്നവൾ എന്നുള്ള ഒരു സ്ഥാനത്തിൽ തന്നെ ഞാൻ ഒതുങ്ങിപ്പോയോ എന്ന്. കാരണം പല ഗായകരും ദാസേട്ടൻ്റെ സൗണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അംഗീകരിക്കില്ല. അവരെ അംഗീകരിക്കാതെ പിന്നെ അല്ല എന്ന് പറയുന്നവരായിരുന്നു പലരും. അതുകൊണ്ട് തന്നെ അവരൊക്കെ വളർന്നു പോയി. പക്ഷെ ഞാനത് അംഗീകരിച്ചു, ആയിരിക്കാം. പക്ഷെ അതിൻ്റെ ഒരു കുറവായിട്ട് മറ്റുള്ളവരെടുത്തുവോ, അല്ലെങ്കിൽ ജാനകിയമ്മയുടെ പാട്ടുകൾ പാടാൻ ജാനകിയമ്മ ഉണ്ടല്ലോ, ദലീമയുടെ ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ഇത് വന്നുവോ അങ്ങനെ ഒതുക്കപ്പെട്ടുവോ എന്നറിയില്ല. കാരണം കുറേ ക്രിസ്ത്യൻ ഡിവോഷണൽ പാടി. ഞാൻ 17,000-ഓളം പാട്ടുകൾ പാടി. ക്രിസ്ത്യൻ ഡിവോഷണൽ ആണെങ്കിലും ഞാനൊരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഷണൽ തന്നെ എല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ എല്ലാം കൂടെ 25-ഓളം പാടത്തിൽ പാടി. ഞാൻ പാടിയ ജാനകിയമ്മയുടെ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റായിട്ടാണ് മാറിയത്. കാരണം ജനങ്ങൾ അത് സ്വീകരിച്ചു. പക്ഷേ എന്നെ അങ്ങനെ ഒരു ഗായികയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു അംഗീകരിക്കുവാൻ പക്ഷെ എനിക്കൊരു കുറവുണ്ടായിരുന്നു. കാരണം ഒരു പ്രൊഡ്യൂസർ എന്നോട് എന്നെ വിളിച്ച് പാടിക്കുമ്പോൾ ഞാൻ വലിയ എമൗണ്ട് ഒന്നും പറയാത്തവളായിരുന്നു. നമ്മൾക്ക് ഈ മനുഷ്യന്റെ ഇടയിൽ വലുത് പറയുന്നവനെ വിലയുള്ളൂ. അവരെങ്ങനെ പാടുന്നെന്നോ എന്താണെന്നോ അല്ല. ലക്ഷങ്ങൾ പറയുന്നവനെയാണെങ്കിൽ സ്ഥാനമുണ്ട്. ലക്ഷങ്ങൾ പറയാത്തവന്റെ അവസ്ഥ, നമ്മൾ പ്രൊഡ്യൂസറെ സഹായിക്കുകയായിരിക്കും. ആ പ്രൊഡ്യൂസർ എന്തോരം പൈസ വരും, അയ്യോ കഷ്ടം. അപ്പൊ എന്നെ കളിയാക്കുമായിരുന്നു പലരും. കാരണം എനിക്ക് 10,000 രൂപ തരാനിരിക്കുന്നവനോട് ഞാൻ ചിലപ്പോൾ പറയുന്ന 2,000 രൂപയായിരിക്കും. അപ്പൊ ദലീമയ്ക്ക് അങ്ങനെ പലരും പറഞ്ഞ് അങ്ങനെ കളിയാക്കി എന്നെ മാറ്റി. ഞാൻ അതിനർഹയില്ലാത്ത വിധത്തിൽ എന്ന് വെച്ചാൽ എൻ്റെ വില ഞാൻ തന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു സംസാരം പലരുടെ ഇടയിൽ ഉണ്ടായി. കാരണം ഞാൻ വലിയ എമൗണ്ട് പറഞ്ഞില്ല. ഗാനമേളയ്ക്ക് പാടാൻ പോകുമ്പോഴും ഞാൻ ചെറിയ തുക, അന്നൊക്കെ ഓർക്കസ്ട്രയിൽ വായിക്കുന്നവർക്ക് 1,000 500 ഒക്കെ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് തരുന്നത് അന്ന് 20,000 30,000 പക്ഷെ ഇന്നും എൻ്റെ ഗതി ഇതേപോലെയായി. ഓർക്കസ്ട്ര വായിക്കുന്നവർക്കൊക്കെ അതിന് മേലായി. മനസ്സിലായോ? 2 ലക്ഷം പറഞ്ഞും വായിക്കാൻ പോകുന്നവര്, നമുക്ക് വായിക്കാൻ വന്നവരൊക്കെ പോലും ഇന്ന് 2 ലക്ഷം പറഞ്ഞാൽ പോലും കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥകളിൽ അവർ കടന്നു. കാരണം അവരെല്ലാം വലിയ തുകകൾ പറഞ്ഞു. നമ്മൾ ചെറിയ തുക പറഞ്ഞ് ഒതുക്കപ്പെട്ടു. നമ്മൾ തന്നെ നമ്മുടെ വില ഇടിച്ചു. അപ്പോൾ പിന്നെ ഗായിക
ഗായികയ്ക്ക് പകരം ആ ഒരു സാധാരണ ഗായികയായി മാറി. പക്ഷെ എനിക്ക് ദുഃഖങ്ങളില്ല. കാരണം അത് നമ്മൾ ഒരു പക്ഷേ ദൈവം നമ്മളെ കാണുന്നുണ്ട്. ഞാൻ വേദനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗായിക എന്നുള്ള ലെവലിൽ എനിക്ക് അവസരങ്ങൾ ഉണ്ടായാൽ മാത്രമേ എനിക്ക് എൻ്റെ ഹൃദയത്തിലെ ചിന്തകളനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം പണം കിട്ടണം. ഈ പണം ഇല്ലെങ്കിൽ നമ്മൾ ആർക്ക് സഹായിക്കാനാണ്? നമ്മൾക്ക് പണം ഒരുപാട് കോടിക്കണക്കിന് പണം പലരെയും വിളിച്ച് പ്രോഗ്രാം നടത്തി പാടിക്കുന്നുണ്ട്, എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്. എല്ലാ കലാകാരന്മാർക്കും അവസരം ഉണ്ടാവട്ടെ. പക്ഷെ അവരെല്ലാവരും എല്ലാ മനുഷ്യർക്കും എല്ലാം ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ നിൽക്കുന്നത് അനേകം ജനങ്ങളുടെ നടുവിലാണ്. അതെ, തീർച്ചയായും അത് ശരി തന്നെയാണ്. നമ്മൾ അന്വേഷിച്ചപ്പോഴും അങ്ങനെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ദിലീപ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയിലുപരി ഒരു സാമൂഹിക പ്രവർത്തക, ഒരു ചാരിറ്റി പ്രവർത്തകയാണ്. എങ്ങനെ ആ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു? എനിക്ക് ചിന്തിക്കാനുള്ളത്, ഞാൻ വളർന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ അമ്മയും എൻ്റെ കുടുംബവും ഒക്കെ എല്ലാവരെയും കൂട്ടി ജീവിച്ചവരാണ്, എല്ലാവരെയും അടുപ്പിച്ച് ജീവിച്ചവരാണ്. കാരണം അയൽപ്പക്ക ബന്ധം ഞങ്ങളുടെ ചുറ്റിനുമുള്ള അയൽപ്പക്കത്തെ സ്നേഹിച്ചു. ഞങ്ങൾ ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നവളാണ്. ഓടിപ്പാറി നടന്നു, എല്ലാത്തിനെയും സ്നേഹിച്ചു വളർന്നു. എല്ലാവർക്കും എല്ലാം ചെയ്യുവാനായിട്ട് ഈ മക്കളുടെ കയ്യിൽ തന്നെ അമ്മ ഒരുപാട് കൃഷി ചെയ്യുമായിരുന്നു. അയൽപ്പക്കത്തെല്ലാം സ്ഥലം, നമ്മളുടെ സ്ഥലത്തും കൃഷി ചെയ്യും. മറ്റുള്ളവരുടെ പറമ്പ് വാങ്ങി അമ്മ കൃഷി ചെയ്യുമായിരുന്നു. അതെല്ലാം ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ എല്ലാ വീടുകളിലും ഞങ്ങളുടെ കയ്യിലാണ് കൊടുത്തു വിടുന്നത്. അപ്പം അമ്മ എല്ലാവരെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ കാണിക്കുകയായിരുന്നു, മാതൃകയാകുകയായിരുന്നു. കാരണം എല്ലാ മനുഷ്യരോടും കൂടെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇത്തിരി പോകുന്ന ജീവിതത്തിൽ, നമ്മൾ ഈ ഭൂമിയിലുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തിരി ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ മുറിയിടകത്ത് കിടന്ന് സ്വാർത്ഥരായിട്ട് നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിച്ചും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അമ്മ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ എടുക്കുമ്പോൾ, അല്ലെ ഒരു ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ ഉടനെ അയൽപ്പക്കത്ത് നിന്ന് ആരെങ്കിലും വന്നാൽ ഉടനെ അവർക്കൊക്കെ കൊടുത്ത് ഇത്ര സന്തോഷമായിട്ടായിരുന്നു ജീവിതം. അതുപോലെ തന്നെ ഭക്ഷണം, ഒരു വീട് കംപ്ലീറ്റ് കഴിക്കാൻ അത്രയും ഭക്ഷണം എൻ്റെ അമ്മയുടെ ഇല്ലായ്മയിലാണെങ്കിൽ കൂടെ അമ്മ കൊടുത്തു വിടുമായിരുന്നു അയൽപ്പക്കത്തുള്ളവർക്കൊക്കെ. അങ്ങനെ കൊടുത്തും കൊണ്ടും കിട്ടിയും. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ഇല്ലേ, ഉടനെ അയൽപ്പക്കത്തിൽ ചെന്നിച്ചും അതിങ്ങോട്ടിട് എന്ന് പറയും. അവിടെ ഒരു പാവപ്പെട്ട കുടുംബമാണത് എന്ന് അമ്മ ഒരിക്കലും ചിന്തിക്കത്തില്ല. കാരണം എന്താണ്, അമ്മ അങ്ങനെ അവർക്കും സ്ഥാനം കൊടുത്തിരുന്നു. കഴിവില്ല, പണത്തിൽ കുറഞ്ഞവനോടും അമ്മ ചെന്നെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പണപ്രാപ്തരമുള്ള ഒരു കുടുംബത്തിൻ്റെ വേരാണ് എല്ലാവരും ഉള്ളത്. അയൽപ്പക്കമാണെങ്കിലും ഞങ്ങളുടെ ഫാമിലി അങ്ങനെയായിരുന്നു. പക്ഷേ അന്നൊക്കെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, ഒരു പണമുള്ളവൻ ഒരു കുടുംബക്കാരെന്നൊക്കെ പറഞ്ഞൊരു സിസ്റ്റമാണ്. അതിൽ പെട്ടതാണ് ഞാൻ. അപ്പോൾ പാവപ്പെട്ടവനെ അംഗീകരിക്കാനായിട്ട് വളരെ അപൂർവം പേരെ ഉണ്ടാവുകയുള്ളായിരുന്നു. പാവപ്പെട്ടവൻ നിരന്തരം നമ്മുടെ വീടുകളിലൊക്കെ വേലയെടുത്ത് അവർ ആ പാവപ്പെട്ടവരായിട്ട് തന്നെ തീരുക എന്നുള്ളതാണ്. പക്ഷെ അമ്മ അങ്ങനെയല്ലായിരുന്നു. എല്ലാ വീടുകളെയും എല്ലാവരെയും അടുപ്പിച്ച് നിർത്തുകയും അവർ നമ്മുടെ സഹോദരങ്ങളെ പോലെയാണ് എന്ന് കാണിക്കുകയും ചെയ്യുന്ന അമ്മ. ക്യാൻസറായിട്ടാണ് മരിക്കുന്ന ആ നിമിഷത്തിൽ പോലും എന്നെ വിളിച്ച് പറയുമായിരുന്നു, പല വീടുകളിലും അമ്മ ഇത്തിരിച്ച കാശ് കൊടുക്കുമായിരുന്നു മകന് മാസം. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം എനിക്ക് പാട്ടിൽ നിന്ന് കിട്ടുന്നത് ഞാൻ സ്വാർത്ഥയാണ്. ഒരുപാട് ഈ പ്രസംഗിക്കുന്ന അവസ്ഥയല്ല. ചിലപ്പോൾ എൻ്റെ കാര്യങ്ങളും കുറച്ചൊക്കെ നടത്തണമെന്ന ചിന്തകൾ എനിക്കുണ്ട്. അമ്മയെപ്പോലെയല്ല, അമ്മയെപ്പോലെ ആകാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവർക്കും കൊടുത്ത് ജീവിക്കേണ്ടവരാണല്ലോ എന്നുള്ള ചിന്ത, അത് അമ്മ തന്നതാണത്. അതെൻ്റെ ഹൃദയത്തിലുണ്ട്. പ്രസംഗമല്ലല്ലോ, പ്രവൃത്തി. എത്രയോ നല്ല നല്ല പ്രവൃത്തി ചെയ്യുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതുപോലെ ആയിത്തീരാൻ ഞാൻ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ആയിത്തീരും, കുറച്ചൊക്കെ ചെയ്യും, ഇല്ലെന്നല്ല. പക്ഷേ നമുക്ക് അതുപോലെ പണം വേണം. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് ഇല്ലായ്മയിൽ നീ ചെയ്യണം മകനെ എന്നാണ്. അല്ലാതെ ഉണ്ടായിട്ട് നീ നാളെ നിനക്ക് ലക്ഷങ്ങൾ വന്നിട്ട് നീ ആർക്കും ഒന്നും ചെയ്യത്തില്ല. ഇന്ന് നിനക്ക് എന്തുണ്ടോ അത് വെച്ച് നീ മറ്റുള്ളവരെ സഹായിക്കണമെന്നാണ് പഠിപ്പിച്ചു തന്നത്. തീർച്ചയായും അവിടെ നിന്നാണല്ലേ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അതെ അതെ അതെ, എൻ്റെ അമ്മയാണ് എല്ലാം. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ജാതി, മതം, പണം, വർഗം ഒക്കെ വേർതിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് എന്താണ് ദലീമയ്ക്ക് പറയാനുള്ളത്? എന്തിനാണ്, നമുക്ക് ഇത്തിരിയല്ലേ ജീവിതമുള്ളൂ. നമ്മളെല്ലാം ഈ ഭൂമിയിലൂടെ വെറും എന്താ പറയുക, യാത്രികരും മാത്രമാണ്. ഈ യാത്രയിൽ നടന്നു കിടക്കുമ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ കുറച്ച് കൊണ്ടുപോകാൻ സ്നേഹം മാത്രമേ ഉള്ളൂ.
നമ്മൾ ഈ നേടുന്ന ഈ കൊട്ടാരമോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുമുള്ള ധാരാളം സ്ഥലങ്ങളോ പണമോ ഇതൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളവരാണ്. പക്ഷേ നമ്മളത് ചിന്തിക്കുന്നില്ല. നമ്മൾ എപ്പോഴും നമുക്ക് ഒത്തിരി പണത്തിൽ ജീവിക്കാമെന്നും നമ്മുടെ മക്കളൊക്കെ വലുതാകുന്നത് വരെ അല്ലെങ്കിൽ അവരുടെ തലമുറ ഉണ്ടാകുന്നത് വരെ അവർ തലമുറയ്ക്ക് പലരും തലമുറ അത് കഴിഞ്ഞത് അതിൻ്റെ തലമുറയ്ക്ക് തിന്നാൻ മാത്രം ഉണ്ടാക്കിയിടുന്നവരുണ്ട്. വെറും വിഡ്ഢികളല്ലേ എന്ന് ഞാൻ ഓർക്കും. ഇല്ലേ? തലമുറയ്ക്ക് പല തലമുറയ്ക്ക് ഉണ്ടാക്കാൻ ഇട്ടാലേ സ്വന്തം മക്കൾ ഒരിക്കലും ജീവിതം പഠിക്കില്ല. അവർ വേലയെടുത്ത് സ്വന്തമായിട്ട് ജീവിക്കുവാൻ അവർ പഠിക്കത്തില്ല. കാരണം എൻ്റെ ചുറ്റിനുമുള്ള എൻ്റെ ബന്ധങ്ങൾ തന്നെ എൻ്റെ കസിൻസിൻ്റെ മക്കളെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. അവരൊക്കെ ഏത് തലത്തിലെത്താവുന്നവരാണ്. അന്നൊക്കെ അവരെ വലിയ കാറിലും ബംഗ്ലാവിലും ഒക്കെ ജീവിച്ചവർ ഒന്നും സമ്പാദിക്കാതെ പഠിച്ചു കയറാതെ അവർ ഈ അച്ഛനും അമ്മയും വിട്ട ഈ അപ്പൂപ്പനായിട്ട് തലമുറകളായിട്ടിട്ട പണത്തിൽ കിടന്ന് പിന്നെ യുദ്ധം വെട്ടുകയും പിന്നെ പരസ്പരം തല്ലുകൂടുകയും ഇടിവെക്കുകയും ചെയ്യുന്നത് മാത്രമാണ് കണ്ടത്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, എൻ്റെ അച്ഛനും അമ്മയും ഒന്നും സമ്പാദിച്ചില്ല. എൻ്റെ അച്ഛനും അമ്മയും സമ്പാദിച്ചത് സ്നേഹം മാത്രം. അവർ മക്കൾക്കൊന്നും വീതം വെച്ചു കൊടുത്തില്ല. ഒരു മക്കളും 1 സെന്റ് സ്ഥലം ആഗ്രഹിച്ചില്ലല്ലോ. 1 സെന്റ് സ്ഥലം പോലും ആഗ്രഹിക്കാതെ എല്ലാവരെയും ദൈവം രക്ഷിച്ചു എന്നുള്ളതാണ്. എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ അവർ പണപ്രാപ്തരാണ്. ആവശ്യത്തിന് ജീവിക്കാൻ പറ്റുന്നത് എല്ലാവരും അധ്വാനിച്ചു നേടി എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ടിരുന്നെങ്കിൽ പരസ്പരം ഇടിവെച്ചാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒന്നും സമ്പാദ്യം തന്നില്ല, സ്നേഹം മാത്രമായിരുന്നു. അതാണ് ഏറ്റവും വലുത്. അതാണ് അവർ നമ്മളെ പഠിപ്പിച്ചത് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുണയും ഈശ്വരവിശ്വാസവും മറ്റുള്ളവനോട് അലിവും ഒക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അതാണ് മനുഷ്യന് യഥാർത്ഥം വേണ്ടത്. അതുണ്ടെങ്കിൽ നമുക്ക് പലതും നേടാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായും. ന്യൂസ് കേരളം ടുഡേ, നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിന്റെ കയ്യൊപ്പ്.